ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണ്, മാജിക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഇതിനൊറ്റയ്ക്കായിരുന്നു കൈകാര്യം ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുറ്റമൊന്നും പറയാണ്ടാ ചെയ്തത്. അത് തന്നെ വലിയ അത്ഭുതമാണ്. എന്ത് തോന്നിയോ എന്താ മാജിക്ക്, നീ മറന്നു പോയെന്റെ കുറ്റം പറയും. എന്റെ ഗിന്നു, നീ എന്ത് പറയണോ? ഞാൻ നിന്റെ കുറ്റം പറയാൻ നിനക്ക് തോന്നണമെന്നാ? എന്റെ കുറ്റം പറയാത്ത ഒരാള് എനിക്ക് ഈ ലോകത്തെ വിശ്വാസമില്ലെങ്കിൽ അത് ഇവനെ മാത്രം. ഞാനൊന്ന് മാറേണ്ട താമസം എന്റെ കുറ്റം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് ചോദിച്ചു പോയതാ. എന്നാലും പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാവാതിരുന്നതിന്റെ മെയിൻ കാരണം ഇന്നത്തെ വീഡിയോ. കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയല്ലേ? അതെ, ഒരാളെ തന്നെയാണ്. നമ്മുടെ സ്വന്തം മഹാബലി തമ്പുരാനെ. അതേ, ഓണായിട്ട് മഹാബലി തമ്പുരാൻ ഇല്ലാതെ ഒരു ഓണം ഉണ്ടാവോ? ഇല്ല. ജമന്തിപ്പൂവും കൊടയും എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും മഹാബലി തമ്പുരാൻ ഇല്ലെങ്കിൽ ഓണമില്ല. പുള്ളി വരുന്നതിൻ്റെ ആണല്ലോ നമ്മൾ ഈ ഓണായിട്ട് ആഘോഷിക്കണേ. പുള്ളീനെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ എൻ്റെ ഒരു എളിയ ശ്രമം, നമ്മൾ ഈ വഴിയിലൊക്കെ കിട്ടുന്ന കുപ്പിയും പാട്ടയൊക്കെ പെറുക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെതായ കഷ്ടപ്പാടും ഉണ്ട്, പക്ഷേ കാശ് ചിലവ് കുറവാണ്. ഇത് ബാക്കി ക്രാഫ്റ്റിനെ പോലെ ഞാൻ സിമ്പിളാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഞാൻ എൻ്റെതായ കുറേ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ മാവേലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കഷ്ടപ്പാടിനെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തിക്കോന്നേ. നല്ലതായിക്കോട്ടെ, ചീത്ത ആയിക്കോട്ടെ, നമ്മൾ അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും അല്ലേ മാജിക്ക്? എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് കുറ്റം പറയണ്ട കേട്ടോ, കാരണം കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടു നോക്കൂ. ഇന്നത്തെ എന്തായാലും മഹാബലി തമ്പുരാനെ ഉണ്ടാക്കുന്ന ഒരു ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും. ഞാൻ 2-3 പാർട്ടായിട്ടൊന്നും ഇടുന്നില്ല. നിങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് വെച്ച് കണ്ടു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ സമയം കളയണ്ടല്ലേ, നമുക്ക് മഹാബലി തമ്പുരാനെ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മാവേലി തമ്പുരാനെ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു കുപ്പി, പിന്നെ ടിഷ്യൂ പേപ്പർ, പശ, കത്രിക, കമ്പി, ഇതൊക്കെയാണ്. കുപ്പിയുടെ 2 സൈഡിലും ഹോൾ വെച്ചിട്ട് നമ്മൾ കമ്പി അതിനകത്ത് കയറ്റി ഒരു കൈ പോലത്തെ ഭാഗം സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബോഡി മുഴുവൻ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചുറ്റി എടുത്തിട്ടാണ് ഈ ബോഡി പാർട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. കൈയാണെങ്കിലും ശരീരമാണെങ്കിലും കൊടവയറാണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ടിഷ്യൂ പേപ്പർ ചുറ്റിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഈ ബോട്ടിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കുറച്ച് കൂടുതൽ പേപ്പർ സെറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ലെയർ നമ്മൾ ഇതുപോലെ ഈ ഒരു ഫെവിക്കോളും വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളൊരു സംഭവം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെയർ സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നമ്മുടെ കയ്യിലേക്ക് പോരുന്നൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മളിപ്പോൾ കുടവയറൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം നമ്മുടെ ഉണങ്ങിയ ഒരു സെറ്റായ സംഭവമാണിത്. നമ്മൾ ഹെഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ബോഡി പാർട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മാവേലിയുടെ കാലിൻ്റെ ഭാഗം നമ്മൾ ശരിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ കാർഡ്ബോർഡ് പേപ്പറാണ് എടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുമ്പിൾ, അതായത് നമ്മൾ ഈ കപ്പലണ്ടിയൊക്കെ പൊതിയാൻ വേണ്ടി കുമ്പിൾ കുത്തുന്ന പോലെ കുത്തിയെടുത്തിട്ട് ഈ കുപ്പിയുടെ താഴ്ഭാഗത്ത് ഇത് രണ്ടും ആ കാലിൻ്റെ വശത്ത് ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോളോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് ഹെഡിൻ്റെ പണി തുടങ്ങാം. അതായത് നമ്മുടെ മാവേലിയുടെ തല ഉണ്ടാക്കുന്നത് നമ്മളിതുവരെ ചെയ്തില്ല. അപ്പോൾ അതിന് ഈ ബോട്ടിലിൻ്റെ അതേപോലെയുള്ള മറ്റൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലാണ് ഞാനിത് ചുറ്റി ഒരു ഹെഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മാവേലി ഉണ്ടാക്കിയ ആ ബോട്ടിലേക്ക് ഞാനത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു സംഭവമായിട്ടുണ്ട്. നമുക്കിനി എവിടേക്കാണോ നമുക്കൊന്ന് കവറപ്പ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഒന്ന് ഈ ഫെവിക്കോളും വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇട്ട് അതിൽ ടിഷ്യൂ പേപ്പർ ചുറ്റി സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു ലെയർ ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഉണങ്ങി സെറ്റായതിന് ശേഷം മാത്രം അടുത്ത ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് മാവേലിയുടെ ക്ലോത്ത്, അതായത് പുള്ളിയുടെ
ഡ്രസ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് ക്ലോത്താണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് അത് ജസ്റ്റ് കോർണർ ഇതായിട്ട് ഞാനൊന്ന് മടക്കി എടുത്തിട്ട് ആ 2 കോർണറാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാറിൻ്റെയൊക്കെ പാൻറ്റ് തയ്ക്കുന്ന ആ ഒരു ബോട്ടം തയ്ക്കുന്ന ആ ഒരു ലെവലിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്ത് അളവൊന്നും നോക്കിയിട്ടില്ല, കാരണം നമുക്ക് അളവ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഞാനതൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തു. അതിൻ്റെ അരഭാഗവും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പെട്ടെന്നത് ഞാൻ ചെയ്തെടുക്കുക ചെയ്തത്. ഓക്കെ, ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവേലിയുടെ ആ ഒരു ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ തുണിയുടെ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിന് ചുറ്റും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ലേസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇനി നമ്മൾ അതുപോലെ തന്നെ ഒരു വെള്ള തുണി നീളത്തിലെടുത്തിട്ട് അതൊന്ന് അരികൊക്കെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് അതിന് നടുവിലൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ലേസ് വെച്ചിട്ട് ഈ തോളത്തിടുന്ന ആ ഒരു മേൽമുണ്ട് പോലത്തെ സംഭവമായിട്ട് നമുക്കതും റെഡിയാക്കി എടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് എവിടേക്കാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് നമ്മുടെ കയ്യിലുള്ള ലേസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മാവേലിയുടെ മെതിയടി അല്ല, ഒരു ഷൂ പോലെയുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുണ്ടാക്കാനും നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഇതുപോലൊരു ഡ്രോപ്പ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. മറ്റൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു ലെയർ നമ്മൾ ഇതുപോലെ അതിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഡ്രോപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതിലേക്ക് ആ കൂർത്ത വശം മുകളിലാവുന്ന രീതിയിൽ, അതായത് ആ ഷൂവിൻ്റെ മേൽഭാഗമായിട്ട് വരുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് അത് ഈ കട്ട് ചെയ്തത് ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം ഒരു രാജാക്കന്മാരുടെ ഒരു ഷൂ പോലെ ആയിട്ടുണ്ടല്ലേ. ഇനി അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫിനിഷായൊരു ഷൂ. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ മാവേലിയുടെ കിരീടം ഉണ്ടാക്കണം. അതിന് ഞാനൊരു റൗണ്ട് പീസ് കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനിതുപോലെ ഒരു ഡ്രോപ്പ് ഷേപ്പ് അല്ല, ജസ്റ്റ് ഒരു ടെമ്പിൾ പോലത്തെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു 6 7 അല്ലെങ്കിൽ 8 വരെയുള്ള ഇതിൽ നമ്മളൊരു കാർഡ്ബോർഡിൽ അതൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഈ ജോയിൻ്റ് പിടിക്കാതെ തന്നെ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്നിച്ച് ചേർത്ത് ഒട്ടിച്ചെടുത്ത് ആ ഒരു മേൽഭാഗം എല്ലാം ചേർത്ത് ഒട്ടിക്കുമ്പോൾ ശരിക്കും ഒരു കിരീടത്തിൻ്റെ ഷേപ്പിൽ കിട്ടും. ആ കിരീടത്തിൻ്റെ സംഭവം നമ്മൾ ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അതിൽ വേറൊരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് നമ്മൾ വെച്ചിട്ട് കുറച്ചും കൂടെ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 3D എഫക്റ്റിൽ നമുക്കത് ആ ഒരു കിരീടം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്തത്. ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ, അതായത് പശയും വെള്ളവും ചേർത്തിട്ടുള്ള ആ ഒരു സംഭവം വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം. അതായത് അത് ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷൂ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ പൗഡറാണ്. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്വർണ്ണ കളറിൽ നമുക്ക് ഷൂ റെഡിയായി കിട്ടും. സെയിം രീതിയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിരീടത്തിലും അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ പഴയ ഒരു ക്ലേയുടെ ജിമിക്കിയാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ആ ജിമിക്കിയുടെ തന്നെ സ്റ്റഡും ഞാൻ അതിൻ്റെ മുകളിൽ ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല മുത്തോ വല്ല വേറെ എന്തെങ്കിലും സംഭവങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കാം.
കുറച്ച് എൻ്റെ കയ്യിലുള്ള സീക്വൻസും മറ്റുമൊക്കെ കൊണ്ട് ഇതൊന്ന് ആ ഒരു കിരീടം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റോൺസ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ മാവേലിയുടെ ബോഡി ഫുള്ള് നമ്മൾ ആ ഒരു സ്കിൻ കളർ അടിക്കുകയാണ്. ഹെയറിന് ഞാനൊരു കറുത്ത തുണി കട്ട് ചെയ്തിട്ടാണ് ഹെയറിന് പകരം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റായി, ഏകദേശം നമ്മുടെ മാവേലി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഷൂസ് നമ്മളൊരു ബേസിൽ, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കേക്ക് ബേസാണ്. അതുപോലത്തെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ കട്ടിയുള്ളൊരു പേപ്പറിലോ ഈ ഒരു ഷൂ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ മാവേലിയെ അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇറക്കി ഒട്ടിച്ച് വെച്ച് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് ഒരു ഇത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മാവേലി. പൂർണ്ണമായൊരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും പരമാവധി എന്നാലാവുന്ന രീതിയിൽ ഞാൻ ട്യൂട്ടോറിയൽ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.